ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് ഞങ്ങൾ ഈ പള്ളിയിലെ കുട്ടികളുടെ ഒരു സംഘടനയുണ്ട്, മിഷൻ ലീഗ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ ആ സംഘടനയുടെ ഒരു ഫൊറോന, എടത്വ ഫൊറോന എന്ന് പറഞ്ഞാൽ ഒരു 20-22 സൺഡേ സ്കൂൾ പള്ളികൾ ചേരുന്നതാണ്. അപ്പോൾ അതിൽ ഒരു ഇടവക പള്ളിയാണ് മുട്ടാർ എന്ന് പറയുന്നത്. മുട്ടാർ പള്ളിയാണ് ജോമോൾ ടീച്ചറിൻ്റെ ഇടവക, എൻ്റെ ഇടവക എടത്വ. അപ്പം ആ സംഘടനയുടെ മീറ്റിങ്ങിന് ഞങ്ങൾ വന്നിട്ടാണ് ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. ഈ എല്ലാവരും ചോദിക്കും ലവ് ആയിരുന്നോ എന്നൊക്കെ ചോദിക്കും, പക്ഷേ അങ്ങനെ ലവ് ആണെന്ന് അറിയത്തില്ല. പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഒരു ഇത് തോന്നി, അങ്ങനെ അടുപ്പത്തിലായി. പിന്നെ കോളേജ് പഠിക്കുന്ന കാലത്താണ് ടീച്ചറോട് കൂടുതൽ സംസാരിക്കാൻ പറ്റും. അങ്ങനെ ഒരുപാടൊന്നുമില്ല, വലിയ പ്രേമം എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ടീച്ചർ ഭയങ്കര പ്രാർത്ഥിക്കുന്ന ഒരാളായിരുന്നു. അതാണ് ആദ്യമായിട്ട് എന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടത്. ഞാൻ ഇച്ചിരി അടിച്ചുപൊളിയും, ടീച്ചർ ഇച്ചിരി ഒതുങ്ങിയ ഒരാളായിരുന്നു. അപ്പോൾ ഞാൻ അന്ന് ചിന്തിച്ച എൻ്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ, ഒരു കുടുംബജീവിതമൊക്കെ വരുമ്പോഴേക്കും നമ്മളെ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ കൂടുതൽ ഭംഗിയായിട്ട് പോകും എന്നുള്ളൊരു പ്രാർത്ഥന തന്നെയായിരുന്നു ടീച്ചറിൻ്റെ മെയിൻ. പ്രാർത്ഥിച്ച് എന്നെ ഒതുക്കിയെടുത്ത് കല്യാണത്തിലേക്ക് കടക്കുകയായിരുന്നു. പക്ഷേ അന്ന് ഒരുപാട് പ്രതിസന്ധികളുണ്ടായിരുന്നു. കല്യാണം നടക്കുന്നതിന് മുമ്പ് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ടീച്ചറിന് എന്നെക്കാളും 2 വയസ്സ് പ്രായം കൂടുതലുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഒരുപാടുണ്ടായിരുന്നു, ഒരുപാട് എതിർപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും ടീച്ചറിൻ്റെ പ്രാർത്ഥന കൊണ്ട് എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടി. 2012 ജൂൺ 16 ഞങ്ങളുടെ വിവാഹം നടക്കുന്നത്. 2012 ജൂൺ വിവാഹം കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ആദ്യത്തെ കുട്ടി ഉണ്ടാകുന്നത്. ഞങ്ങൾ ടീച്ചർ ഒരു പുസ്തകം വായിച്ചിട്ടാണ്, ഹെലന എന്നൊരു പേര്, ഒരു വിശുദ്ധയുടെ പേരാണ് ഹെലന എന്ന് പറഞ്ഞാൽ. നമ്മൾ അന്ന് ഇത്രയും കുട്ടികളൊന്നും ആവുമെന്നുള്ള പ്രതീക്ഷയൊന്നുമില്ല, പക്ഷേ അന്ന് ഹെലന എന്നിട്ടു. അവളെ ഞങ്ങൾ മേരിക്കുട്ടി എന്നാണ് വിളിക്കുന്നത്. ഈ മേരിക്കുട്ടി ജനിച്ചൊരു 4-5 മാസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു ചെറിയ ക്യാൻസർ ഡിറ്റക്റ്റ് ചെയ്യായിരുന്നു. ഈ ക്യാൻസർ ഡിറ്റക്റ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യം ഒരു ഹോസ്പിറ്റലിൽ പോയിരുന്നു. അപ്പോൾ ആ ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴേക്കും ആദ്യം നമ്മൾ സർജറിക്ക് വേണ്ടി അഡ്മിറ്റ് ആകുന്ന ഡേറ്റൊക്കെ തന്നു. നമ്മൾ അഡ്മിറ്റ് ആകാൻ വേണ്ടി ചെല്ലുന്ന ആ ഒരു സമയത്ത് ഡോക്ടേഴ്സ് നമുക്ക് കുറച്ച് അഡ്വൈസൊക്കെ തന്നു. ആ സമയത്താണ് നമ്മൾ ആ ഹോസ്പിറ്റലിൽ നിന്ന് മാറാൻ തീരുമാനിക്കുന്ന അന്നാണ്. അന്ന് ആ ഡോക്ടർ പറഞ്ഞു വെച്ചാൽ, സർജറി കഴിയുമ്പം എൻ്റെ ഈ ഇടതുവശം പാരലൈസ് ആകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ശബ്ദം തൈറോയിഡുമായിട്ട് കണക്ട് ചെയ്തായതുകൊണ്ട് ശബ്ദത്തിന് ബുദ്ധിമുട്ട് വരാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ, ഇനി നിങ്ങൾ കുട്ടികളെ നോക്കണ്ട, ഇനി കുട്ടികളെക്കുറിച്ച് തൽക്കാലം ചിന്തിക്കേണ്ട എന്നൊരു കാര്യം കൂടെ പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ വൈഫ് പറഞ്ഞു, നമുക്ക് ഒന്നുകൂടെ ഒരു ഹോസ്പിറ്റലിൽ നമുക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാം. അങ്ങനെ വീണ്ടും ഒരു ഹോസ്പിറ്റലിൽ പോയിട്ടാണ് ഞങ്ങൾ അമൃത ഹോസ്പിറ്റലിലേക്ക് പോകുന്നതെന്നാണ്. അപ്പോൾ അവിടെ ചെന്ന് ഞങ്ങൾ ആ ഡോക്ടറെ കണ്ട്, അവിടെ ഒരു ഫേമസ് സുബ്രഹ്മണ്യ അയ്യർ എന്ന് പറഞ്ഞൊരു ഡോക്ടറായിരുന്നു. അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതൊക്കെ 1000-ൽ ഒരാൾക്ക് സംഭവിക്കാൻ ചാൻസ് ഉള്ള കാര്യങ്ങളാണ്, ഇതൊന്നും പ്രശ്നമുള്ള കാര്യമായിട്ട് നോക്കണ്ട, ചിന്തിക്കേണ്ട, നമുക്ക് പെട്ടെന്ന് തന്നെ സർജറി ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അടുത്ത ദിവസം തന്നെ എത്രയും പെട്ടെന്ന് തന്നെ സർജറി ചെയ്തു. അതിനുശേഷം ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്ത് 1 വർഷം കഴിഞ്ഞപ്പോൾ മുതൽ ഡോക്ടർ പറഞ്ഞു, ഇനി നിങ്ങൾക്കൊരു പ്രശ്നമില്ല, ധൈര്യമായിട്ട്. എനിക്ക് ഇടതുവശത്ത് ബുദ്ധിമുട്ടുണ്ട്, ഈ ഒരു സൈഡിൽ കുറച്ച് നെർവ് കട്ടായി പോയതുകൊണ്ട് ഈ ലെഫ്റ്റ് സൈഡ് ഇച്ചിരി വീക്കാണ്, പക്ഷേ കംപ്ലീറ്റ്ലി പ്രശ്നമൊന്നുമില്ല, അതിൻ്റെ ആയിട്ടുള്ള ചെറിയ പ്രോബ്ലമൊക്കെ ഉണ്ട്. അതിനുശേഷമാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്ക് 6 കുട്ടികളെയും കൂടെ കിട്ടിയത്. ഇപ്പോൾ ഞങ്ങൾക്ക് 7ാമത്തെ കുട്ടി യഥാർത്ഥത്തിൽ ഞങ്ങളുടെ ഹെൻഡ്രിക്സ് എച്ച് ഞങ്ങൾ കുറേ കഷ്ടപ്പെട്ടു പേര് കണ്ടുപിടിക്കാൻ. കാരണം ആദ്യത്തെ കുട്ടി എച്ച് ഹെലന ആയതുകൊണ്ട് പിന്നീടുള്ള എല്ലാ പേരുകളും അതിൽ തന്നെ വരണമെന്നൊരു നിർബന്ധമൊന്നുമല്ല, ഒരു രസം തോന്നിയതുകൊണ്ട് ഇട്ടതാണ്. പക്ഷേ ലാസ്റ്റത്തെ ഈ ഹെൻഡ്രിക്സ് ഇടാൻ വേണ്ടി കുറേ തപ്പി കുറേ പേരോട് ചോദിച്ചിട്ടാണ് അവസാനം ഹെൻഡ്രിക്സ് എന്ന് പേരിട്ട്. പക്ഷേ ഇവരുടെയൊക്കെ പേരുകൾ എച്ച് ഒഫീഷ്യലാണെങ്കിലും ഇവരെയൊക്കെ വീട്ടിൽ വിളിക്കുന്നത് നമ്മൾ ഈ ഞങ്ങളുടെയൊക്കെ പഴയ വീടുകളിൽ വിളിക്കുന്ന പേരുകളാണ്. മൂത്ത ആളെ വിളിക്കുന്നത് മേരിക്കുട്ടി എന്നാണ്, രണ്ടാമത്തെ ആൾ അന്നക്കുട്ടി, പിന്നെ ഉള്ളത് ഇരട്ടകളാണ്, ത്രേസ്യ കുട്ടിയും ഔസേപ്പച്ചനും, പിന്നെ ജോർജ് കുട്ടി, അടുത്ത ആൾ റോസക്കുട്ടി. കൺഫ്യൂഷനാവും ഇടയ്ക്കിടയ്ക്ക്, അത് റോസക്കുട്ടി. അവസാനം വന്നിരിക്കുന്ന ആൾ തോമാച്ചൻ. എനിക്ക് ശരിക്കും ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് എനിക്ക് അനിയത്തി ഉണ്ടാകുന്നത്. ഞങ്ങൾ തമ്മിൽ നല്ല ഡിഫറൻസാണ്. അപ്പോൾ ഞങ്ങൾ അവളുണ്ടായതിന് ശേഷമാണ് ഞാൻ കുഞ്ഞ് പിള്ളേരെ സ്നേഹിക്കാൻ തുടങ്ങിയത് ശരിക്കും. അതുവരെ എനിക്ക് അങ്ങനെ ഒരു അടുപ്പം, പിള്ളേരോട് ഒരിക്കലും ഒരു അടുപ്പം ഉണ്ടായിട്ടില്ല. അവളെ ശരിക്കും നോക്കിയത് ഞാനാണ്. ആ ഒരു ഇഷ്ടമാണ്. വിവാഹം എത്തുന്നതിന് മുമ്പ് തന്നെ ഞാൻ പ്രാർത്ഥിച്ചൊരുങ്ങിയിട്ടുണ്ട്, എനിക്ക് 4-5 മക്കളെ തരണേന്ന് ഞാൻ പ്രാർത്ഥിച്ചൊരുങ്ങിയിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ 4-5 മക്കളെ ചോദിച്ചെങ്കിൽ ഇത്രയും പേരെ നമുക്ക് കിട്ടുമെന്നുള്ളൊരു ചിന്ത നമ്മുടെ ഭാവനയെ പോലും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ ആ ഒരു ലൈഫ് ആസ്വദിക്കുന്ന ഒരാളാണ്, പിള്ളേരുമായിട്ടുള്ളൊരു ലൈഫ് ആസ്വദിക്കുന്നതാണ് ശരിക്കും. അതുകൊണ്ടാണ് ഞാൻ ടീച്ചിങ് ഫീൽഡ് തിരഞ്ഞെടുക്കാൻ തന്നെ കാര്യം, പിള്ളേരോടുള്ളൊരു ഇഷ്ടം കൊണ്ട് തന്നെയാണ്.
അപ്പോൾ ഇവരുണ്ടായി കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ നമുക്ക് റെസ്റ്റ് ഇല്ല. നമ്മൾ നേരം വെളുക്കുന്നത് രാത്രിയാവുന്നത് നമുക്ക് ഒരുപോലാണ്. ഇപ്പം നമുക്ക് സഹായിക്കാൻ ഒരു ചേച്ചി ഉള്ളതുകൊണ്ട് പകൽ കുറച്ച് സമയം കൊണ്ട് എനിക്ക് അവരോട് ഇരിക്കാൻ പറ്റുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചേച്ചിയെ നിർത്തിയത്. കുഞ്ഞുങ്ങളുടെ കൂടെ കുറച്ചുകൂടി സമയം കിട്ടുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ്. അപ്പോൾ അവരെ എനിക്ക് പഠിപ്പിക്കാനും അവരുടെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനും എനിക്ക് പറ്റും. ചേച്ചി അടുക്കള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ശരിക്കും നല്ല രസകരമായ ലൈഫാണ്. അതുപോലെ തന്നെ നല്ല സ്ട്രെസ്സ് ഉണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയത്തില്ല. സ്ട്രെസ്സുണ്ട്. അസുഖങ്ങൾ വരുമ്പോഴേ ചിലപ്പം ചില വഴക്കുകൾ വരുമ്പം ഒക്കെ കരച്ചിൽ തുടങ്ങിയാൽ ചിലപ്പോൾ അവർക്കറിയത്തില്ല നിർത്താൻ. അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകളും ഫേസ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്നാലും ഞാൻ ആ അമ്മ എന്ന നിലയിൽ ഞാൻ ഒത്തിരി ആസ്വദിച്ച് ചെയ്യുന്ന ജോലിയാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒരു ടീച്ചിങ് പ്രൊഫഷന് പോകുന്നതിലും നല്ലത് ഞാൻ വീടും ഹസ്ബൻഡ്, പിള്ളേർ, അങ്ങനെ ഒരു ലൈഫ് ഞാൻ കൂടുതൽ ആസ്വദിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അവർ ശരിക്കും ഭയങ്കര സ്നേഹമാണ്. അതായത് അവർ തമ്മിൽ നല്ല പ്രശ്നങ്ങളുണ്ട്. ഒരു ചെറിയ സാധനത്തിന് വേണ്ടിയിട്ടായിരിക്കും അവർ കരയുന്നത്. ചിലപ്പോൾ ഒരു താഴെ കിടക്കുന്ന ഒരു പേപ്പറിന് വേണ്ടിയിട്ട് അവർ അടി ഉണ്ടാക്കും. ഇതിനകത്ത് നമ്മൾ ഇടപെട്ട് കഴിഞ്ഞാൽ നമ്മൾ ആർക്കെങ്കിലും ഒരു അടി കൊടുത്താൽ അവർ നമ്മുടെ നേരെ തിരിയും. അങ്ങനെയാണ് അവരുടെ ഒരു ടേം. അവർക്ക് തമ്മിൽ എന്തും ആകാം, പക്ഷെ നമുക്ക് അവരെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവരാരെങ്കിലും ഒരു പരിധിക്കുള്ളിൽ നമ്മൾ കരയിപ്പിക്കും. മനഃപൂർവ്വമല്ല, അവരുടെ കരച്ചിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോവുകയാണെങ്കിൽ നമ്മുടെ പുറകെ വരും. അമ്മ എന്തിനാണ് കരയിപ്പിക്കുന്നത്, അവളെ എടുക്കുക, അവനെ എടുക്കുക, അല്ലെ അവനത് കൊടുക്കുക, എങ്ങനെ പറഞ്ഞ് അവർ തന്നെ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫീലിങ്സും നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. ശരിക്കും ഭയങ്കര സ്നേഹമാണ് അവർ. ഇപ്പം നമ്മൾ റോഡിലോട്ടൊക്കെ പിള്ളേരെയും കൊണ്ട് പോകുമ്പോൾ ഉണ്ടല്ലോ, ഇപ്പോൾ ഇവിടെ എടത്വാപ്പള്ളി പെരുന്നാൾ നടക്കുന്ന സമയം. അപ്പം നമ്മൾ പോകുമ്പം രണ്ടുപേരെ കൂട്ടിവിട്ടാൽ കൈ വിടാതെ ഇങ്ങനെ കൊണ്ട് നടക്കും. ഇളയവരെ അവർ ശരിക്കും അവരുടെ ഓപ്പോസിറ്റ് സൈഡിൽ വണ്ടിയൊന്നും ഇടിക്കാതെ ഇപ്പോഴത്തെ സൈഡിൽ പിടിച്ചുകൊണ്ട് പോവും. അവർക്ക് നമ്മൾ വഴിയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും പറ്റിയാലോ ആരെങ്കിലും മിസ്സായാലോ എവിടെ ചെല്ലണം, അപ്പോൾ കുടുംബ വീട്ടിൽ ഓടി ചെന്നാൽ മതി, കൈക്ക് കൈ വിടരുത്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് കൊണ്ടുപോകും. അപ്പോൾ ആ റോഡിൽ കൂടെ ഒക്കെയുള്ള കൊണ്ടുപോകലും കൊണ്ടുവരവും ഒക്കെ അവരുടെ ഒരു സുരക്ഷിതത്വ മനോഭാവം ശരിക്കും എന്നെ തന്നെ ഞാൻ ഇടയ്ക്ക് കാണാറുണ്ട് ചില സമയത്ത്. ശരിക്കും പലരുടെയും പല സ്വഭാവമാണ്. മൂത്തവളെന്ന് പറയുന്നത് നമുക്ക് വീട്ടിൽ ശരിക്കും അവൾ കുറച്ചും കൂടെ ഒരു മച്ചുറായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, കുറച്ചും കൂടെ. പിന്നെ രണ്ടാമത്തവളെയാണ് നമ്മൾ റോഡിലോട്ട് ഇറങ്ങുമ്പോൾ ഒക്കെ കുറച്ചും കൂടെ ഒരു സെക്യൂരിറ്റി, റോഡിൽ ഇറങ്ങുമ്പോഴത്തേനും കുറച്ചുകൂടെ സെക്യൂരിറ്റി രണ്ടാമത്തെ ആളാണ്. അങ്ങോട്ട് പോകൽ, ഇങ്ങോട്ട് പോലെ, ഇങ്ങോട്ട് വാടാ എന്നൊക്കെ അങ്ങനെ പറഞ്ഞു. ഇപ്പോൾ ഇന്നലെ തന്നെ ഞങ്ങൾ രാത്രിയിൽ പള്ളിയിൽ നിന്ന് തിരിച്ചു വരുമ്പം ഇവർ മുന്നിൽ കൂടെ നടക്കുക രണ്ടുപേര്. അപ്പം വേറെ കുറച്ച് പേര് ഇവരുടെ ഫ്രണ്ടിലോട്ട് കയറിയപ്പം ഇവർ ഓടിച്ചെന്ന് നിന്നോടൊക്കെ അങ്ങനെ പോകരുതെന്നല്ലേടാ പറഞ്ഞതെന്ന് പറഞ്ഞ് അവരോർത്ത് പിടിച്ചുകൊണ്ട് പോകാനെങ്ങാണ്ട് വന്നവരാണെന്നോർത്ത് ഓടിച്ചെന്നിങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ട്വിൻസിലെ പെങ്കൊച്ചെന്ന് പറയുന്നത് നമുക്ക് വീട്ടിലെ A to Z നമ്മളില്ലാതെ വീട്ടിൽ അവരിരുന്ന് കഴിഞ്ഞാൽ വീട്ടിൽ രാവിലെ തൊട്ട് വൈകിട്ട് വരെ എന്ത് നടന്നു എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ വരുമ്പം പറഞ്ഞു തരുന്ന ഒരാളാണ്. അത്രയും ആൺപിള്ളേരെ എനിക്ക് അത്രയും ഫീൽ ചെയ്യുന്നില്ല. അവരവരുടെ വേറൊരു ലോകത്തിലേക്ക് തന്നെ ഒതുങ്ങുവാണ്. ക്രിക്കറ്റ്, ഫുട്ബോള്, കളി, അങ്ങനത്തെ ഒരു ലൈഫിലേക്ക് ഒതുങ്ങുവാണ്. ഓരോരുത്തർക്കും വ്യത്യസ്തമായ ഒരു ഇതാണ്. ഏറ്റവും മൂത്ത ആളെന്ന് പറയുന്നത് മേരിക്കുട്ടി. അപ്പോൾ അവൾക്ക് നമ്മളെന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും അവളുടെ ഇഷ്ടം എന്ന് പറയുന്നത് ചെറിയ ഡ്രോയിങ്സ് ഒക്കെയാണ്. പടം വരയ്ക്കുക. നമ്മൾ വേറെ എന്ത് സമ്മാനം കൊണ്ട് മുട്ടായി കൊടുത്താലും അവൾക്ക് കളറിങ്ങിനുള്ള ഐറ്റംസ് കൊടുത്തു കഴിഞ്ഞാൽ അവൾക്ക് ഒത്തിരി സന്തോഷമാണ്. കൂടുതലും അവൾ പ്രിഫർ ചെയ്യുന്നത് ഈ ഡ്രോയിങ്സിനോടാണ് അവൾക്ക് താല്പര്യം. പിന്നെ തയ്യൽക്കാൻ, എംബ്രോയിഡറി വർക്ക്സ് ചെയ്യാനായിട്ട് അവൾ സ്കൂളിൽ അവളുടെ ടീച്ചറിൻ്റെ നേതൃത്വത്തിൽ അവൾ സ്കൂളിലെ മത്സരങ്ങളിൽ ഈ എംബ്രോയിഡറി മത്സരങ്ങൾക്കൊക്കെ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവൾക്ക് ഈ ഡാൻസ് മേഖലയിലും താല്പര്യമുണ്ട്. ഇതിന് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് അവൾക്കുള്ളത് പടം വരയ്ക്കുന്ന കാര്യത്തിലാണ്. രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് നിങ്ങൾ നേരത്തെ കണ്ടതുപോലെ ഈ ചാട്ടവും ഈ മറിച്ചിലൊക്കെയാണ് അവൾക്ക് താല്പര്യം. അവൾക്ക് കൂടുതലും ഒരു കരാട്ടെ പഠിക്കണം, അല്ലെങ്കിൽ ഒരു ഇച്ചിരി ഓളമുള്ള ഒരാളാണ്. രണ്ടാമത്തെ ആളെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ പ്രത്യേകിച്ച് താല്പര്യങ്ങളൊന്നുമില്ല. പക്ഷേ അവൾക്ക് എല്ലാ കാര്യങ്ങളിലും ഈ ചാട്ടവും മറിച്ചിലും അത്യാവശ്യം നമ്മൾ ആൺകുട്ടികളൊക്കെ കൂടുതൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് പോലെ ഇങ്ങനെ കരാട്ടെ പഠിക്കണം, അക്രോബാറ്റിക് സ്റ്റൈലിലൊക്കെ ചാട്ടവും മറിച്ചിലൊക്കെ ചെയ്യണം. അതാണ് രണ്ടാമത്തെ ആളുടെ. പിന്നെ വരുന്നത് ഇരട്ടകളാണ്. ഇരട്ടകളിൽ ആൺകുട്ടിക്ക് അവന്
മസിൽ വേണം, അവന് 6 പാക്ക് വേണം എന്നുള്ളതാണ് അവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അവൻ ആ 6 പാക്കിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറഞ്ഞാലും അവൻ ചെയ്യും. ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ 10 പുഷപ്പ് എടുക്കാൻ പറഞ്ഞാൽ അവൻ 10 പുഷപ്പ് എടുക്കുന്ന രീതിയൊക്കെ വ്യത്യസ്തമായിരിക്കും. പക്ഷേ അവന് 6 പാക്ക് കിട്ടാൻ വേണ്ടി ഭയങ്കര താല്പര്യമാണ്. സ്പോർട്സിനോട് ഭയങ്കര താല്പര്യമാണ്. ക്രിക്കറ്റ്, പിന്നെ ഞാൻ ഫുട്ബോളൊക്കെ കളിക്കാൻ പോകുന്നതുകൊണ്ട് ഇത് കാണുമ്പം അവർക്ക് ആ ഒരു സ്പോർട്സിനോട് അവന് കൂടുതൽ. അവൻ്റെ ഇരട്ടേൻ്റെ പെൺകുട്ടിയുണ്ട്. പെൺകുട്ടിക്ക് ഇച്ചിരി നാണം കുണുങ്ങിയായിട്ടുള്ള ഒരാളാണ്. ഇച്ചിരി ഒരു അത്യാവശ്യം നല്ല സ്ത്രൈണഭാവങ്ങൾ ഏറ്റവും കൂടുതലുള്ള ഒരാൾ ഈ ഇരട്ടയുടെ പെങ്കൊച്ചാണ്. അവൾ പിണക്കവും ഡാൻസാണ് അവളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടി. അവൾക്ക് ഡാൻസിനോടാണ് താല്പര്യം. ആര് വന്നാലും ഡാൻസ് കളിച്ച് കാണിക്കാമെന്നാണ് പറയുന്നത്. പിന്നെ വരുന്നത് ജോർജ് കുട്ടി ഇപ്പോഴാണ് ഒരു ഇൻട്രസ്റ്റ് ഒക്കെ കാണിച്ചു തുടങ്ങിയത്. അവൻ ഇവിടുത്തെ ഒരു ക്യൂട്ട് ബേബിയായിട്ട് വളർന്നു വരുന്ന ഒരാളാണ്. അവന് അത്യാവശ്യം ഇച്ചിരി പിണക്കക്കാരനും അവൻ്റെ ഇഷ്ടങ്ങൾ ഇപ്പം ക്രിക്കറ്റ് കളിച്ച് തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം ഇച്ചിരി കൊഞ്ചക്കവും പരിപാടിയൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരാളാണ്. പിന്നെ വരുന്നത് ഞങ്ങളുടെ റോസക്കുട്ടിയാണ് ഈ വീട്ടിൽ അത്യാവശ്യം ഇപ്പം വാശിക്കാരി, ഏറ്റവും കൂടുതൽ വാശി. അവൾക്ക് ഹോബിയൊന്നും ആയി തുടങ്ങിയിട്ടില്ല. നാളെ അവൾക്ക് 3 വയസ്സാകുന്നു. അത്യാവശ്യം ഇച്ചിരി വഴക്കും ബഹളമായിട്ട് കൊച്ചിനെ അമ്മ എടുക്കുമ്പം അവളെ എടുക്കണമെന്ന് വാശി പിടിക്കുന്ന ഒരു വാശിക്കാരായിട്ട് വളർന്നു വരുന്ന ആളാണ്. പിന്നെ 7ാമത്തെ ആളെ ഞങ്ങൾ ഹോബിയാക്കാനായിട്ട് സമയമായി വരുന്നതേ ഉള്ളൂ. ആളിപ്പോൾ 5 മാസം കഴിഞ്ഞതേ ഉള്ളൂ. അവർ നമ്മുടെ ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളിൽ തന്നെയാണ് പഠിക്കുന്നത്. ഞാൻ പഠിപ്പിക്കുന്ന സ്കൂളിനടുത്ത് 2 സ്കൂളുകളുണ്ട്. സെൻറ്റ് അലോഷ്യസ് LP സ്കൂളും സെൻറ്റ് മേരീസ് LP സ്കൂളും. അപ്പോൾ ആ സ്കൂളിൽ തന്നെയാണ് 2 സ്കൂളുകളിലുമായിട്ടാണ് പിള്ളേർ 4 പേര് പഠിക്കുന്നുണ്ട്. ഞാൻ അടുത്ത 2 പേരെ നമ്മൾ വിടാറായിട്ടേ ഉള്ളൂ. നമ്മൾ അവരെ ഈ വലിയ ക്ലാസ്സിൽ എപ്പോഴും ഫസ്റ്റ് ആകാൻ വേണ്ടിയുള്ള ശ്രമങ്ങളൊന്നും ഇല്ല. അവരങ്ങനെ എക്സലൻ്റ് ഒന്നും അല്ലെങ്കിൽ പോലും കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതാണ്. അക്ഷരങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക, എല്ലാ കാര്യങ്ങളും പഠിച്ചിരിക്കുക എന്നുള്ളതാണ്. ഇപ്പം നിർബന്ധിക്കാറില്ല. അവർ ക്ലാസ്സിൽ ഒന്നാമതാകണമെന്ന് നമ്മളൊരിക്കലും അവർക്ക് സങ്കടം ഉണ്ടാകാറുണ്ട്. ക്ലാസ്സിൽ ചിലപ്പം ചില വിഷയങ്ങൾക്ക് പുറത്ത് സങ്കടമുണ്ട്. പക്ഷേ നമ്മളൊരിക്കലും നിർബന്ധിക്കാറില്ല. അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവർ പഠിക്കുക, അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു പോളിസി. അതനുസരിച്ച് അവരവരുടെ രീതിയിൽ പഠിക്കുന്നുണ്ട്. അവരെ കൂടുതൽ നമുക്ക് ആ പഠന കാര്യത്തിൽ ശ്രദ്ധിക്കുന്ന ടീച്ചർ തന്നെയാണ്. ടീച്ചർ സ്കൂളിലെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്ന് കൊച്ചിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി എല്ലാം കഴിഞ്ഞിട്ടാണ് ഇവരെയും പഠിപ്പിച്ചിട്ടാണ് ടീച്ചർ ഉറങ്ങാറുള്ളൂ. അപ്പം ടീച്ചർ തന്നെയാണ് ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നത്. മാന്യമായ രീതിയിൽ അവർക്ക് അത്യാവശ്യം പഠിക്കേണ്ട കാര്യങ്ങൾ അവർ തന്നെ പഠിച്ചെടുക്കാറുണ്ട്. പിള്ളേരെ നമ്മൾ ശരിക്കും ഡെലിവറി ഒക്കെ വരുമ്പോൾ ഞാൻ കുഞ്ഞുങ്ങളെ മാറ്റി നിർത്തിയിട്ടുണ്ട്. മൂത്തവരെ രണ്ടിനെയും രണ്ടാമത്തെ ആളെയാണെന്ന് തോന്നുന്നു. ഞാൻ കുറച്ചുകൂടെ കൂടുതൽ ട്വിൻസ് ആയതുകൊണ്ട് അവളെ കുറച്ച് നാൾ ഞാൻ കുറേ മാറ്റി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അവൾ ശരിക്കും ഒത്തിരി കരഞ്ഞിട്ടുണ്ട്. അവൾ ഒത്തിരി അമ്മ ബാക്കി 3 പേരെ നോക്കുന്നു, എന്നെ മാത്രം മാറ്റി നിർത്തി എന്നൊരു ഫീലിങ്സ് അവൾക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് കാരണം അവൾ ഇപ്പോഴും എൻ്റെ അടുത്തു നിന്ന് ഒരിക്കലും മാറത്തില്ല. എന്ത് പറഞ്ഞാലും എൻ്റെ അടുത്ത് തന്നെ നിൽക്കും. എന്നെ വിട്ടു പോകാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. പിന്നെ ഈ അടുത്ത ഇടയ്ക്ക് അവർ കുറച്ച് നാൾ എൻ്റെ അമ്മയുടെ വീട്ടിലും പിന്നെ മുണ്ടക്കൈ എരുമേലി സ്ഥലങ്ങളിലൊക്കെ പോയായിരുന്നു. ഒരാഴ്ച സമയത്ത് തന്നെ മാറി നിന്നിട്ടുണ്ട്. ആ സമയത്തൊക്കെ എനിക്ക് ബുദ്ധിമുട്ടാണ്. കാരണം നമുക്ക് ഇവരുണ്ടെങ്കിൽ എനിക്കൊരു അനക്കം ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് നേരം പോകുന്ന അവരുള്ളത് കൊണ്ട് തന്നെയാണ്. ആ സമയത്ത് നമുക്ക് ശരിക്കും ഒരു ഒറ്റപ്പെടൽ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. പിന്നെ അവർ 3-4 പേര് ഒരുമിച്ച് പോകുന്നത് കൊണ്ട് അവരൊരിക്കലും അവർക്ക് ആ ഒരു ബുദ്ധിമുട്ടില്ല. പിന്നെ വീട്ടിൽ നിൽക്കുന്നവർ പിള്ളേർ ചോദിക്കും അവരെന്നാ വരുന്നത്, നാളെ വരുമോ എന്നിങ്ങനെ ചോദിക്കാറുണ്ട്. കളിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് കൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെയെന്ന് പറയുന്നത് രണ്ടാമത്തെ ആൾ എവിടെ ചെന്നാലും നമ്മളെ കുറേ പ്രാവശ്യം വിളിക്കും. അമ്മ എവിടെയാ, അമ്മ എപ്പോൾ തിരിച്ചു വരും. ആശുപത്രിയിലാണേലും വിളിച്ചുകൊണ്ടിരിക്കും, എപ്പോഴും വരും. മിനി ചേച്ചിയുടെ ഫോണിൽ നിന്നാണ് കൂടുതലും വിളിക്കുന്നത്, എപ്പോഴാണ് അമ്മയെ തിരിച്ചു വരുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ബുദ്ധിമുട്ടാണ്. അവരൊറ്റയ്ക്കൊറ്റയ്ക്കാണെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ട്. അവരൊരു 2-3 പേര് ഒരുമിച്ച് കൂടിയിട്ട് അപ്പുറത്തോ വല്ലതും പോയി വേറെ ആരുടെയും വീട്ടിൽ നിൽക്കുവാണെങ്കിൽ അവർക്ക് കുഴപ്പമില്ല, അവർ ഹാപ്പിയാണ്. എന്നെ സംബന്ധിച്ച് ശരിക്കും സ്കൂളിൽ പോകുന്നൊരു ലൈഫെന്ന് പറയുന്നത് നമുക്ക് ശരിക്കും വേറൊരു ലോകമാണത്. നമ്മൾ കുറച്ചും കൂടെ സ്ട്രെസ്ഡാണ്. സ്കൂളിലെ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്, പിള്ളേരുടെ കാര്യങ്ങൾ ചെയ്ത് തീർക്കണം. അങ്ങനെ നോക്കുമ്പം ഭയങ്കര സ്ട്രെസ്ഡാണ്. പക്ഷേ നമ്മൾ സ്കൂളിൽ പോയിട്ട് തിരിച്ച് വന്നിട്ട് ഒരു സമയമുണ്ട്, ഒരു 5 മണി വരെ, ഞാൻ വരുന്ന സമയം വരെ അവർക്ക് ഫ്രീ ആണ്. കളിക്കാനും ഒക്കെ ഒത്തിരി സമയം അവർക്ക് കിട്ടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് 5 മണിയൊക്കെ 5:15 ആകുമ്പോൾ ഞാനും പിള്ളേരും കൂടെ വാതിക്കലിരുന്ന് പഠിക്കാനിരിക്കും. ആ പഠിച്ച് തീരുന്നവർ കളിക്കാനായിട്ട് പോകും. അല്ലെങ്കിൽ കളിക്കാൻ പോയിട്ട് ഇടയ്ക്ക് വന്ന് തിരിച്ചെഴുതുന്നവരുണ്ട്. പിന്നെ മൂത്തയാളും രണ്ടാമത്തെയാളും കുറച്ച് കൂടുതൽ സമയം ഇരിക്കും. അതിന് ശേഷമാണ് ഞാൻ ഇവരുടെ കാര്യങ്ങളെല്ലാം ചെയ്ത് തീർത്ത് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞിട്ടാണ് എൻ്റെ കാര്യങ്ങൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്.
അത് കഴിഞ്ഞിട്ട് ഭക്ഷണവും എല്ലാം കഴിഞ്ഞ് ഇവരെ കിടത്തിയതിന് ശേഷം എൻ്റെ സ്കൂളിലേക്കുള്ള ജോലികൾ ഞാൻ ചെയ്യും. ഒരു 12-12:30 ആവും മിക്ക ദിവസവും ഞാൻ കിടന്നുറങ്ങുമ്പം. പക്ഷേ ഞാൻ ആ ഒരു ലൈഫിൽ ഹാപ്പിയാണ്, ഒരുപാട് സന്തോഷമാണ്. എനിക്കൊരിക്കലും പരാതികളില്ല. എനിക്ക് കുഞ്ഞുങ്ങളുണ്ട്, എനിക്ക് ബുദ്ധിമുട്ടാണെന്നുള്ളൊരു കാര്യത്തിൽ എനിക്കൊരിക്കലും വിഷമമൊന്നും തോന്നിയിട്ടില്ല. പിന്നെ ജോലി ഇല്ലാത്ത അവസരങ്ങളിൽ നമ്മൾ കുറച്ചും കൂടെ ഫ്രീ ആണ് പിള്ളേരുടെ അടുത്ത്. നമ്മൾ വേറെ ഒന്നും അറിയുന്നില്ല, നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കി അവരുടെ കാര്യങ്ങൾ നോക്കി നമ്മളിരിക്കുമ്പോൾ നമ്മൾ ഒത്തിരി ഫ്രീ ആണ്, കുഴപ്പമൊന്നുമില്ല. അത് ശരിക്കും 2 തരത്തിലുള്ള ലൈഫാണ്. എനിക്ക് ആദ്യമൊക്കെ ഇവർ കയറുമ്പോൾ ഒത്തിരി പേടിയായിരുന്നു. കാരണം എൻ്റെ ചേച്ചിയുടെ മോള് നാട്ടിൽ വന്ന് തലകുത്തി മറിയുന്ന കണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ 2ാമത്തെ ആൾ തുടങ്ങിയത്. തലകുത്തി മറിയാൻ തുടങ്ങി. ആദ്യമൊക്കെ ഇങ്ങനെ കയറുന്ന കാണുമ്പോൾ ഞാൻ പേടിച്ചു പോയിട്ടുണ്ട്. പിന്നെ അതൊരു റുട്ടീനായി, തലകുത്തി മറിയുന്നതും ഇങ്ങനെ നിൽക്കുന്നതും എല്ലാം കണ്ടൊരു റുട്ടീനായി. എനിക്ക് പേടിയില്ല. ഇപ്പം ഞാൻ ഒത്തിരി സമയം അങ്ങനെ ഇരിക്കാറില്ലെങ്കിൽ പോലും ഇവർ ചെയ്യുന്നത് ഞാൻ മാറി നിന്ന് കണ്ട് ആസ്വദിക്കാറുണ്ട്. നോക്കി ഇങ്ങനെ വന്ന് ഇരിക്കത്തില്ല ഒരിക്കലും. മാറി നിന്ന് ഏതെങ്കിലും സമയം ഉണ്ടാക്കി ഇങ്ങനെ കാണാറുണ്ട്. ഫാമിലി യാത്രകൾ വളരെ കുറവാണ്. എന്ന് വെച്ചാൽ നമുക്ക് ഈ ഇത്രയും പേരെയും കൊണ്ട് നമ്മൾ യാത്ര പോകുമ്പം കൊച്ചു കുട്ടികൾ മുതൽ എപ്പോഴും മിക്കപ്പോഴും കരച്ചിലും ആ ഒരു ബഹളങ്ങളൊക്കെ എപ്പോഴും വണ്ടിക്കകത്ത് എപ്പോഴും നല്ല ബഹളമായിരിക്കും. അപ്പോൾ നമ്മൾ അതുകൊണ്ട് തന്നെ കുട്ടികളെ കൊണ്ട് അങ്ങനെ അധികം ദൂരേക്കൊന്നും ഞങ്ങൾ യാത്ര പോകാറില്ല. വളരെ ചെറിയ യാത്രകളാണ്. വെച്ചാൽ വീക്കിലി വല്ലപ്പോഴും ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പുറത്തേക്ക് പോകും. പിന്നെ വല്ലപ്പോഴും ഒരു സിനിമ കാണാനൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ടിക്കറ്റ് എടുക്കുന്നത് നഷ്ടമാണ്. പിള്ളേർക്ക് ടിക്കറ്റ് എടുത്താലും അവരവിടെ നിന്ന് ഉറങ്ങത്തേ ഉള്ളൂ. പോകുമ്പം വളരെ കൗതുകമാണ്. കാരണം പിള്ളേർക്ക് ഈ യാത്ര പോകുന്നത് വളരെ ഇഷ്ടമാണ്. കാറിനകത്തിരുന്നാണേലും വണ്ടി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പം വളരെ സന്തോഷമുള്ള കാര്യമാണ്. വളരെ ചെറിയ ദൂരം മാത്രമേ ഞങ്ങൾ യാത്ര പോകാറുള്ളൂ. ഞങ്ങൾ അധികം ദൂരേക്കൊന്നും ഇതുവരെ അങ്ങനെ കുട്ടികളായി കഴിഞ്ഞിട്ട് അങ്ങനെ യാത്ര പോകാനുള്ള അവസരം ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഏറ്റുമാനൂരുള്ള മറ്റേ ഹാങ് ഔട്ട് പാർക്കിൽ, ഈ അടുത്ത് ഒരു പാർക്കിൽ പോയത് അവിടെയാണ്. അവിടെ പോയി വളരെ പിള്ളേർക്ക് വെള്ളം ഭയങ്കര ഇഷ്ടമാണ്. വെള്ളത്തിൽ കളിക്കാനായിട്ട് വെള്ളം എവിടെയാണ്, ആറ്റിലാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ പോകുന്നത്. ഇവിടെ അടുത്തുള്ള ഞങ്ങളുടെ പമ്പ ആറ്റിലാണ്. പള്ളിയുടെ ഫ്രണ്ടിലുള്ള ആറ്റിൽ പോയി കൊച്ചുങ്ങളെ ആറ്റിൽ കൊണ്ടുവിടുവാണെങ്കിൽ അവർക്ക് അതാണ് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള കാര്യം. ഞാൻ സ്കൂട്ടറുമായിട്ട് പുറത്തിറങ്ങുമ്പം ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ് ആൾക്കാർ വണ്ടിയെ കയറാൻ വേണ്ടിയിട്ട്. ചെറുതായിട്ടാണെങ്കിലും ദൂരമൊന്നും പോയില്ലെങ്കിലും കുഴപ്പമില്ല, അവർക്ക് നമ്മുടെ കൂടെ വന്നാൽ മതി. എവിടെ പോയാലും അവരെ കൂടെ നമ്മളെ കൂട്ടിയാൽ മതി. വേറെ ബഹളമൊന്നും ഇല്ല ആ കാര്യത്തിൽ. പിന്നെ നമ്മൾ കാറിൽ പോകുമ്പോൾ ഈ ഓരോ 5 മാസം മുതൽ മുകളിലോട്ട് പ്രായമുള്ള ഓരോരുത്തരും അവരവരുടെ വാശികൾക്ക് വേണ്ടിയിട്ട് കരയാറുണ്ട്. കരച്ചിൽ ഭയങ്കര പാടാണ്. അപ്പം പലപ്പോഴും ഞാൻ ഡിസ്റ്റർബ്ഡ് ആകാറുണ്ട്. കാരണം കുറച്ചൊക്കെ കരച്ചിലും ബഹളമൊക്കെ ആകുമ്പോഴേക്കും എനിക്ക് ബുദ്ധിമുട്ട്. പക്ഷേ ടീച്ചർ അങ്ങനെയല്ല. ടീച്ചർ ഒരിക്കൽ പോലും ഒരു അസഹിഷ്ണുതയും ഇതുവരെ അങ്ങനെ ഒരു കാര്യത്തിൽ കാണിച്ചിട്ടില്ല. എപ്പോഴും എന്നെ കൺട്രോൾ ചെയ്യാറുണ്ട്. നമ്മളൊരിക്കലും ഇവരുടെ റീസൺ അറിയത്തില്ല. ആരെന്തിനാണ് കരയുന്നതെന്നും ബഹളം വെക്കുന്നതെന്നും ഒന്നും നമ്മൾ അറിയത്തില്ല. ഒച്ചയും ബഹളവും കേട്ടായിരിക്കും നമ്മൾ ഈ സ്പോട്ടിലോട്ട് വരുന്നത്. അപ്പം പലരും പല റീസണാണ് പറയുന്നത്. ഞാനല്ല, അവളാണ്, അല്ലെ അവനാണ്, ഇങ്ങനെ മാറി മാറി പറഞ്ഞുകൊണ്ടിരിക്കും. എന്നാലും ഏറ്റവും കൂടുതൽ കരയുന്ന ഒരാളെ ഒന്ന് പ്രീതിപ്പെടുത്താൻ അതിന് കാരണക്കാരായ ആളെ നമ്മളൊന്ന് വഴക്ക് പറയേണ്ട വളരെ അത്യാവശ്യമാണ്. പിന്നെ അതിനുശേഷം ഒന്ന് കെട്ടിപ്പിടിച്ച് ഞാൻ എപ്പോഴും ഒരു ഉമ്മയും കൊടുക്കാറുണ്ട്. ഒരിക്കലും ഞാൻ അവോയ്ഡ് ചെയ്യത്തില്ല, കെട്ടിപ്പിടിച്ച് ഞാൻ ഉമ്മ കൊടുക്കും. ശരിക്കും എന്നെ സംബന്ധിച്ച് വഴക്ക് പറയുക എന്നുള്ള ഭയങ്കര വിഷമമുള്ളൊരു കാര്യമാണ്. എന്നാ ചെയ്യേണ്ടത്, ആരുടെ കൂടെ നിൽക്കണം, എങ്ങനെ നിൽക്കണം, അങ്ങനെ ഒരാളെ മാത്രം നമ്മൾ സപ്പോർട്ട് ചെയ്യുമോ അല്ലെങ്കിൽ ആ സ്പോട്ടിൽ വെച്ച് വിഷമിക്കുന്ന ഒരാളെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേനും
അവർ നമ്മളോട് പിന്നെ ഒരു വിഷമിപ്പിക്കുന്ന ഒരു നോട്ടമുണ്ട് അവരുടെ. ആ നോട്ടം കാണുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയത്തിൽ ഒത്തിരി വിഷമം തോന്നും. അതുകൊണ്ട് തന്നെ വഴക്ക് ഒത്തിരി ശ്രദ്ധിച്ചാണ് പറയുന്നത്. കൂടുതൽ വഴക്ക് കിട്ടുന്ന ആളെ പിന്നെ ഒന്ന് ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഒന്ന് അടുത്ത് വരാൻ വഴക്ക് കിട്ടിക്കഴിഞ്ഞാൽ. എന്നാലും കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുത്ത് ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ജിംനാസ്റ്റിക്സ് ഒന്നും ഇപ്പം അങ്ങനെ പഠിപ്പിച്ചതൊന്നുമല്ല, ഇവർ തന്നെ ഓരോ കാര്യങ്ങൾ. ഇപ്പം നമ്മളുടെ മുറ്റത്ത് ചെറിയ പേരമരമുണ്ട്, ചെറിയ മാവുണ്ട്. അപ്പോൾ ഇതിലൊക്കെ കൊച്ചിലെ മുതൽ ഇവർ കയറുന്നത് കണ്ടപ്പം നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്തു എന്നുള്ളതാണ്. പിന്നെ ആറ്റിൽ കുളിക്കാൻ പോകുമ്പോൾ നമ്മൾ ചെറിയ ഈ ട്യൂബുണ്ട്, നീന്താൻ പറ്റുന്ന, ജസ്റ്റ് ആദ്യത്തെ ബേസിക്കായിട്ട് പഠിക്കാൻ വെള്ളത്തിൽ ഒന്ന് ഇറങ്ങി കിടക്കാനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് ട്യൂബ് മേടിച്ചിട്ട് കൊടുത്തു. അങ്ങനെ ഗ്രാജുവലായിട്ട് ഓരോ പ്രാവശ്യം നമ്മൾ ആറ്റിൽ കുളിക്കാൻ പോകുമ്പം എനിക്ക് ചെറുതായിട്ട് നീന്തൽ അറിയാൻ കുഴപ്പമില്ലാതെ അങ്ങനെ കൂടെ കൊണ്ടുപോയി ഓരോരുത്തരായിട്ട് നമ്മൾ പിന്നെ ഇച്ചിരി വെള്ളം കുടിപ്പിക്കും. പർപ്പസ്ഫുള്ളി നമ്മൾ വെള്ളത്തിൽ അവരെ മുക്കാറുണ്ട്. വെള്ളത്തിൽ മുങ്ങിക്കഴിഞ്ഞ് ഇച്ചിരി വെള്ളമൊക്കെ കുടിച്ച് കഴിയുമ്പോഴേക്കും വെള്ളത്തിനോടുള്ള പേടി എല്ലാവരുടെയും പേടി മാറുന്നുള്ളത്. കാരണം ഈ പിള്ളേരൊക്കെ സ്കൂളിൽ നിന്നും പല അവസരങ്ങളിൽ ടൂറൊക്കെ പോകാറുള്ളൂ. അപ്പോൾ വെള്ളത്തിലൊക്കെ പിള്ളേർക്കൊരു കൺട്രോൾ ഉള്ളത് എപ്പോഴും നല്ലതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവരെ ഞാൻ നീന്തൽ പഠിപ്പിക്കാനുള്ള ഒരു ആഗ്രഹത്തിലേക്ക് വന്നതും നമ്മുടെ ആറ്റിൽ കൊണ്ടുപോയി നീന്താൻ പഠിപ്പിക്കുകയും. അതുകൊണ്ട് ഒത്തിരി പ്രയോജനമുണ്ട്. അപ്പം മൂത്ത 3 പിള്ളേർ, മേരിക്കുട്ടിയും അന്നക്കുട്ടിയും അതൊരു ഔസപ്പച്ചനും, ഇവർ 3 പേര് ഇപ്പം നീന്തൽ അത്യാവശ്യം നല്ലപോലെ നീന്താൻ പഠിച്ചിട്ടുണ്ട്. വെള്ളത്തിൽ പേടി മാറിയിട്ടുണ്ട്. ബാക്കിയുള്ളവരെയും ഒരു മാസം 2 മാസത്തിനുള്ളിൽ ബാക്കിയുള്ളവരെയും കൂടെ നമുക്ക് നീന്തൽ പഠിപ്പിച്ചെടുക്കാൻ പറ്റും. ശരിക്കും ഒരു അപ്പൻ എന്ന രീതിയിൽ ജോബി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നിയിട്ടുണ്ട്. കാരണം അപ്പൻ എന്ന നിലയിൽ എനിക്ക് തോന്നുന്നൊരു ഒത്തിരി ദിവസങ്ങളൊന്നും ഞങ്ങൾക്ക് കിട്ടാറില്ല. പക്ഷേ കിട്ടുന്ന ഒരു 5 മിനിറ്റ് ആണെങ്കിൽ ഇവിടെ ഭയങ്കര എനർജറ്റിക്കാണ്. പിള്ളേരുടെ ഒരു വ്യത്യാസം നമുക്ക് അതിനകത്ത് തന്നെ അറിയാം. ഞാൻ ഇരിക്കുന്നതിലും കൂടുതൽ അവർ ഭയങ്കര ഹാപ്പി ജോബി ഉള്ളപ്പോൾ തന്നെയാണ്. പിന്നെ ജോബി കൊടുക്കുന്നൊരു പ്രോത്സാഹനമൊന്നും ശരിക്കും എനിക്കൊക്കെ കൂടെ അന്നത്തെ സാഹചര്യത്തിൽ പറ്റില്ലെങ്കിൽ പോലും ചിലപ്പോൾ നമ്മളത് ആഗ്രഹിക്കാറുണ്ട്. അങ്ങനെ ഒരു ചാൻസ് നമുക്കൂടെ കിട്ടിയിരുന്നെങ്കിൽ എന്നുള്ള ഒരാഗ്രഹം പോലും തോന്നാറുണ്ട്. അപ്പോൾ ആ ജോബി വരാൻ ഇവരിങ്ങനെ വെയിറ്റ് ചെയ്യും. ആറ്റി പോകാനായിട്ടൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്യും. കളിക്കാൻ, മസിൽ കാണിക്കാൻ, എക്സസൈസ് ചെയ്യാൻ, ഓടാൻ, ക്രിക്കറ്റ് കളിക്കാൻ, അങ്ങനെ എല്ലാ രീതിയിലും അവരിങ്ങനെ ജോബി എന്ന് പറയുന്ന ആളെ വെയിറ്റ് ചെയ്യുവാണ്. ഇപ്പോൾ രാത്രിയിൽ ലേറ്റായിട്ട് മിക്ക ദിവസവും ഇവിടെ ലേറ്റാണ് വരുന്നത്. എന്നാൽ ഇവർ ഉറങ്ങുന്നതിന് മുമ്പ് വന്ന് ജോബി പുറത്ത് വന്ന് ഹോൺ അടിക്കുമ്പം എവിടെയാണെങ്കിലും എല്ലാവരും കൂടെ ഓടി വരും. അച്ചാച്ചൻ വന്നടി എന്ന് പറഞ്ഞ് ഓടി വന്ന് അവരാണ് കസേരയിട്ട് കഥ തുറന്നു കേട്ടുന്ന ആ രംഗം ഒന്ന് കാണാനുള്ള രംഗം തന്നെയാണ്. ഞാൻ ഒത്തിരി ആസ്വദിക്കുന്നുണ്ട്. അതല്ല, നല്ല രസമാണ് ആ ഒരു ലോകം. അവർ പഠിച്ചു വന്ന് അവർക്ക് ഇഷ്ടമുള്ള ഏത് മേഖലയാണോ ആ മേഖലയിൽ അവരിഷ്ടത്തോടെ ചെയ്യുക. ഇപ്പോൾ നമ്മൾ ജോലി ചെയ്യുന്നത് ഒരിക്കലും ഒരു സമ്മർദ്ദത്തിലായി പോകരുത്. എന്ത് ജോലിയാണെങ്കിലും അവർക്ക് ഇഷ്ടമുള്ളത് ആ ജോലി അവർ തിരഞ്ഞെടുക്കുക. അവരുടെ കരിയർ അവർ നോക്കുക എന്നുള്ളതാണ്. അവർ ഭാവിയിൽ ഇന്ന ആളാവണം അങ്ങനത്തെ ചിന്തകളൊന്നും ഞാനിതുവരെ കണ്ടില്ല. അവർക്ക് ഇഷ്ടമുള്ള ജോലി അവർ ഭാവി ചെയ്യുക എന്നുള്ളത്. ഞങ്ങളെങ്ങനെ അവർ വളർന്നു വരുമ്പോൾ എന്താകാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ ആകണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. പിന്നെ രണ്ടാമത്തെ ആൾ ഇടയ്ക്ക് പറയാറുണ്ട് ഡോക്ടർ ആകണമെന്ന്. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഡോക്ടർ ഹെന്ന ജോബി എന്നിങ്ങനെ പറയും. പിന്നെ ഇരട്ടയിലെ ഔസേപ്പച്ചൻ അവൻ എപ്പോഴും പൈലറ്റ് ആകണമെന്ന് പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ പറയുന്നവരോട് നമ്മൾ ആ രീതിയിൽ തന്നെ സംസാരിക്കാറുണ്ട്. അല്ലാതെ നമ്മൾ നാളെ നിങ്ങളിങ്ങനെ ആകണം, അമ്മയെ നോക്കണം, അച്ചാച്ചനെ നോക്കണം, അങ്ങനെയൊന്നും ഞാൻ നിർബന്ധിക്കാറില്ല. പിന്നെ വിഷമം വരാതിരിക്കാൻ വേണ്ടി മാത്രം മൂത്തയാളോട് ഞാൻ പറയും ഫാഷൻ ഡിസൈനറാണ്. വരയ്ക്കുന്നത് കൊണ്ട് ഞാൻ പറയും ഫാഷൻ ഡിസൈനറായിട്ട് കൊച്ചു ഡിസൈൻ ചെയ്ത ഡ്രസ്സ് ഇട്ട് അമ്മ നടക്കും. ഇങ്ങനെയൊക്കെ ഞാൻ വിഷമം വരാതിരിക്കാൻ വേണ്ടി പറയാറുണ്ട്. എന്നെ സംബന്ധിച്ച് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പിള്ളേർ വേണം എന്നൊത്തിരി ആഗ്രഹമുള്ള ഒരാളായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, അനിയത്തി ഉണ്ടായപ്പോൾ തൊട്ടാണ് കുഞ്ഞുങ്ങളോടൊരു വാത്സല്യം എനിക്ക് കുറച്ചും കൂടെ ഉണ്ടായത്. അപ്പം അതിനുശേഷം വിവാഹം എന്നൊരു സ്വപ്നത്തിലേക്ക് വന്നപ്പോൾ തന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു 4-5 മക്കളെ തരണമെന്ന്. പക്ഷേ കല്യാണം കഴിഞ്ഞ ആദ്യത്തെ 3 വർഷവും കുഞ്ഞുങ്ങളാകാതിരുന്നപ്പം എനിക്ക് ഒരുപാട് വിഷമം തോന്നിയിരുന്നു. ഞാൻ ആകെ പ്രാർത്ഥിച്ചത് ഒരു കൊച്ചിനെയെങ്കിലും എനിക്ക് തന്ന് അനുഗ്രഹിക്കണമെന്ന് മാത്രമാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം മൂത്തയാളുണ്ടായി. പിന്നെ എങ്ങനെയോ എനിക്കറിയില്ല, ഞങ്ങൾക്ക് ഒരു സ്വപ്നം പോലും കാണാൻ പറ്റാത്ത രീതിയിൽ നമുക്ക് ഇത്രയും കുഞ്ഞുങ്ങളെ തമ്മിൽ തന്ന് അനുഗ്രഹിച്ചത്. Mm-hmm.